ഹലോ മച്ചവനെ, വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഗെയിമർ കമ്മിറ്റി. അപ്പം മച്ചവനെ ഇന്ന് നമ്മളെ ക്ലബ് കരിയർ മോഡ് എപ്പിസോഡാണ്. അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം 2 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട് മച്ചവനെ. ഇത് 3-ാമത്തെ എപ്പിസോഡാണ്, സോറി 4-ാമത്തെ എപ്പിസോഡാണ്. അപ്പം 3-ാം എപ്പിസോഡിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാകും മച്ചവനെ, അതൊന്ന് കാണാത്തവർ. അപ്പം അങ്ങനെ വീഡിയോയിലേക്ക് ഇറങ്ങാൻ മച്ചവനെ. അപ്പം നമ്മൾ കഴിഞ്ഞ 6 കളി നമ്മൾ ഏഷ്യൻ വെച്ചാൽ. അപ്പോൾ ഈ കളി കഴിഞ്ഞാൽ അടുത്ത മറ്റേ ഏഷ്യൻ കപ്പിൻ്റെ ഇതാണ്, ഫിക്സ്റ്റർ വരാൻ സാധ്യതയുണ്ട് മച്ചന്മാരെ. അറിയില്ല, വരാനുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് കളിച്ചു നോക്കാം മച്ചവനെ. ഏതായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മച്ചവനെ. കളിയിൽ പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചവനെ, നമ്മളെ ഫസ്റ്റ് മാച്ച്, ഈ എപ്പിസോഡിലെ ഫസ്റ്റ് മാച്ച് ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് മച്ചവനെ. നമ്മളെ ഡെർബി മാച്ചാണ്, നമ്മളെ റൈവൽസാണ് ഇവർ. ഇപ്പം നമുക്ക് മാക്സിമം ജയിക്കാൻ നോക്കാമെന്ന് വെച്ചാൽ, നല്ല സ്കോറിന് തന്നെ ജയിക്കാൻ നോക്കാമെന്ന് വെച്ചാൽ. 5 ഗോളിനൊക്കെ ജയിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു ഹാപ്പിയാണ് മാനേജറിന്. അപ്പം നമുക്ക് നോക്കാൻ വെച്ചാൽ ഫാൻസിനും ഡബിൾ ഹാപ്പി ആയിരിക്കും. അതിന് ഇവിടെ നമുക്ക് ചാൻസ് കിട്ടുന്നു വെച്ചാൽ അർമാൻ സാദിഖ് കഴിഞ്ഞ എല്ലാ എപ്പിസോഡിലും ഗോളടിച്ച് മാച്ചിലൊക്കെ ഗോളടിച്ച് കൂട്ടി അർമാൻ സാദിഖ് ജേസണിങ്ങിൻ്റെ ഗോളാണ് മച്ചന്മാരെ. ബസ് തന്നെ നല്ലൊരു പാസ് ആൻഡ് പ്ലേ അർമാൻ സാദിഖ് ആൻഡ് ജേസൺ. ഈസ്റ്റ് ബംഗാളിന് 14-ാം മിനിറ്റ് നല്ലൊരു പാസ്, വെൽ ഡിഫെൻഡിങ് നല്ലൊരു ഡിഫെൻഡിങ് നല്ല ലാസ്റ്റ് ഒരു ടച്ചാണ് അവിടെ. അതാരാണ് കാണിച്ചത്? എന്തായാലും നല്ലൊരു ഡിഫെൻഡിങ് ആണ് അവിടെ മോഹൻ ബഗാൻ കാണിച്ചത്. ഇവിടെ മൻവീർ സിംഗ്, ദ റൈറ്റ് വിങ്ങർ, ദ ബെസ്റ്റ് ഇന്ത്യൻ റൈറ്റ് വിങ്ങർ. നല്ലൊരു ചാൻസ് ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. മൻവീർ സിംഗ് ടു അർമാൻ സാദിഖ്. സെക്കൻഡ് ടച്ച് തന്നെ അത് ഗോളാക്കിയിരിക്കുകയാണ് അർമാൻ സാദിഖ്. അപ്പം മച്ചവനെ സെക്കൻഡ് ഗോൾ അടിച്ചിട്ടുണ്ട് അർമാൻ സാദിഖ്. അപ്പം 24-ാം മിനിറ്റിൽ വീണ്ടും നമുക്ക് ഏറ്റിക്ക് മുഹമ്മദ് ചാൻസ്. ലിസ്റ്റൻ കൊളാസ് ടു ജേസൺ ടു അർമാൻ സാദിഖ് വിങ്ങിൽ പോയി നേരെ അനിരുദ്ധ് താപ്പ ഗോൾ അടിച്ചിരിക്കുകയാണ് മച്ചപ്പൻ. ഇന്ത്യൻ മിഡ്ഫീൽഡർ അനിരുദ്ധ് താപ്പയാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഡിഫൻഡർമാരിൽ സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന ഒരാളാണ്. മച്ചവൻ ഇവിടെ ഒരു ഗുഡ് സേവ്, പെനാൽറ്റി സേവ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഏറ്റിക്ക മോഹൻ ബഗാന്റെ ഗോൾ കീപ്പർ. മച്ചവൻ പറഞ്ഞു വെച്ചാൽ അനിരുദ്ധ് താപ്പ ഇന്ത്യൻ മിഡ്ഫീൽഡിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിലുള്ള. അപ്പൊക്കെ ഇവിടെ ഒരു ഗോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് മച്ചവൻ ഈസ്റ്റ് ബംഗാൾ. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഏറ്റിക്ക മോഹൻ ബഗാൻ 3-ഉം ഈസ്റ്റ് ബംഗാൾ 1-ഉം. നല്ലൊരു ചാൻസ് കൊണ്ടുപോയി കളഞ്ഞു പോയിരിക്കുകയാണ് മച്ചവൻ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മച്ചവനെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ആർക്ക് സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ചാൻസ് തന്നെ ഏറ്റിക്ക മോഹൻ ബഗാൻ. മൻവീർ സിംഗ് ടു അർമാൻ സാദിഖ് ടു ജേസൺ ഫ്രീ പോസ്റ്റ് ഗോൾ ഗായ്സ്. എന്തായാലും നല്ലൊരു കോമ്പാണ് മൻവീർ സിംഗ് ആൻഡ് അർമാൻ സാദിഖ് ജേസൺ. 3-ഉം നല്ലൊരു കോംബോ ഈ എപ്പിസോഡിൽ. നമ്മൾ നോക്കാൻ വെച്ചവനെ വീണ്ടും മൻവീർ സിംഗ് ലെഫ്റ്റ് റൈറ്റ് എല്ലാ പൊസിഷനിലും ഇപ്പോൾ കാണുന്നുണ്ട് വെച്ചവൻ. എന്തെന്നറിയില്ല. എന്തായാലും നല്ല ടീം വർക്ക് തന്നെ കാണാൻ വെച്ചവൻ. ഇവിടെ വീണ്ടും നല്ലൊരു പാസ്, ഗോളിയുടെ ഡിഫൻഡറുടെ മൻവീർ സിംഗിന്റെ പാസ് നേരെ ജേസൺ ഓമനിങ് സിമ്പിളായി ഗോൾ അടിച്ചിരിക്കുകയാണ് വെച്ചവന്. അപ്പം 5-1 ആയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഒരു സബ് ചെയ്യാൻ സമയമായിട്ടുണ്ട് വെച്ചവന്. നമുക്ക് ലിസ്റ്റൻ ക്ലാസ് മറ്റേ സാധന സമയം കൊണ്ടുവരാൻ ചുമതല. അനിയത്തപ്പനെ മറ്റേ ഹ്യൂഗ ഗോമസിനെ കൊണ്ടുവരണമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാൻ വെച്ചവനെ. എന്തായാലും നമ്മൾ നോക്കാൻ വെച്ചവരെ. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക. അപ്പോൾ ലിസ്റ്റിംഗ് ക്ലാസ് മറ്റേ സമതിനെ കൊണ്ടുവന്നിട്ടുണ്ട് മച്ചാമനെ. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുമോ. ഈസ്റ്റ് ബംഗാളിൽ നല്ലൊരു ചാൻസാണ് കിട്ടിയത്. അതിനെ അടിച്ച് ഡിഫെൻഡിങ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. എന്തായാലും
കളി കഴിയാനായിട്ടുണ്ട് മച്ചവനെ. അങ്ങനെ 93-ാം മിനിറ്റിൽ അവസാന ചാൻസ് ഈസ്റ്റ് ബംഗാളിനാണ് കിട്ടിയിരിക്കുന്നത്. ഈസ്റ്റ് ബംഗാൾ നല്ല ഡിഫൻഡിങ് വെയിറ്റിംഗ് മുഹമ്മദ് ഖാൻ എന്തായാലും 5-1 ജയിച്ചിട്ടുണ്ട് മച്ചന്മാരെ. മാൻ ഓഫ് ദ മാച്ച് ആർക്ക് കിട്ടിയെന്ന് അറിയില്ല. എന്തായാലും 5-1 നമ്മൾ തന്നെയാണ് ടേബിൾ ടോപ്പേഴ്സ്. 7 കളിയിൽ നിന്ന് 21 പോയിന്റോടെ. അപ്പം മച്ചമ്മനെ ഏഷ്യൻ കപ്പിൻ്റെ ഫസ്റ്റ് മാച്ചാണ്. അപ്പം റഹ്മത്ത് എന്ന ടീമാണ് നമുക്ക് നോക്കാം മച്ചമ്മരെ. എന്തായാലും എത്തിക്കാൻ മുഹമ്മദ് ഖാൻ ചാൻസ് കിട്ടിയിരിക്കുകയാണ്. അൻവർ അലി ഡിമിത്രിയോ പെട്രോസ് റെഡ് കാർഡ് കഴിഞ്ഞ് ഏഷ്യൻ കപ്പിൽ ഫസ്റ്റ് തന്നെ ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ് മച്ചമ്മനെ. ഡിമിത്രിയോ പെട്രോസ് വീണ്ടും 7-ാം മിനിറ്റിൽ സ്റ്റിൽ സാലദ് സമദ് ലിസ്റ്റൻ കൊളാസോന്റെ പകരക്കാരനായി വന്നതാണ്. നമുക്ക് നോക്കാം. സാലദ് സമദ് ഫസ്റ്റ് ഗോൾ. മുഹമ്മദ് ഖാൻ ബെഞ്ചിലായാലും ഫസ്റ്റ് 11 വൺ സ്ട്രോങ് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കാം. പക്ഷേ 12-ാം മിനിറ്റിൽ വീണ്ടും അവർക്കൊരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. നല്ല ഡിഫൻഡിങ്. എന്തായാലും മച്ചമ്മനെ കുറെ 29-ാം മിനിറ്റിൽ അവർക്കൊരു ചാൻസ് വീണ്ടും നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയോ. അവരൊരു ഗോൾ എമ്മാൻഡ് അങ്ങനെ എന്തോന്നു പേര് വെച്ചവൻ. എന്തായാലും ഇവിടെ നമുക്കൊരു ചാൻസ് ആയിട്ട് ആയിഷറായി ലെഫ്റ്റ് ബാക്ക് റൈറ്റ് ബാക്ക് ആയിഷറായിയുടെ പാസിൽ ജേസൺ ഗോൾ അടിച്ചിരിക്കുകയാണ് മച്ചമ്മരെ. 33-ാം മിനിറ്റിൽ നല്ലൊരു ഫ്രീ കിക്ക് കിട്ടിയിരിക്കുകയാണ്. ദിമിത്രിയോ പെട്രോസ് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് മച്ചമ്മനെ. ദിമിത്രിയോ പെട്രോസ് വീണ്ടും ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. ദിമിത്രിയോ പെട്രോസ് 4-1 മച്ചമ്മരെ. 40 മിനിറ്റ് നമുക്ക് 4 ഗോൾ അടിച്ച് ലീഡ് ഉയർത്തിരിക്കുകയാണ് മുഹമ്മദ്. വീണ്ടും ഒരു ചാൻസ് 44-ാം മിനിറ്റിൽ നല്ലൊരു ഗോൾ. ഹാട്രിക് ഫോർ ദിമിത്രിയോ പെട്രോസ്. അവർക്കൊരു ലാസ്റ്റ് മിനിറ്റിൽ അവർക്കൊരു ചാൻസ് ഇട്ടിരിക്കുകയാണ് മച്ചമ്മനെ. ഡിഫെൻഡിങ് ചെയ്യുക. അതും ഗോൾ അവരടിച്ച് 2 ഗോളായിരിക്കുകയാണ് മച്ചമ്മരെ. എന്തായാലും അവസാന മിനിറ്റിൽ നമുക്കൊരു ചാൻസ് ആണ്. സമയം ജേസൺ തന്നെ ഫിനിഷ് ചെയ്യുകയാണ്. ജേസൺ തിമിത്രിയോ പെട്രോസ് നല്ല ISL നല്ല ടൈറ്റ് ഉണ്ടാകും. നമുക്ക് നോക്കാൻ പറ്റുന്ന ചാൻസ് കിട്ടുമെന്ന്. 60 മിനിറ്റുമായി ഒരു ചാൻസും 2 ടീമിന് കിട്ടിയില്ല സെക്കൻഡ് ഹാഫിൽ. നമുക്ക് നോക്കാൻ മച്ചമ്മരെ. 80 മിനിറ്റായിട്ടും 2 പേർക്കും കിട്ടിയില്ല മച്ചമ്മരെ ഒരു ചാൻസ് പോലും. നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ. അവസാന മിനിറ്റിൽ 92-ാം മിനിറ്റിൽ ദിമിത്രിയോ പെട്രോസിന് ഒരു ചാൻസ് കിട്ടിയത് ഗോളാക്കിയിരിക്കുകയാണ്. പെട്രോസ് 3 അടിച്ച് ജേസൺ 2 ഗോളായിട്ടാണ് തോന്നുന്നു. എന്തായാലും 7-2 നമ്മൾ അൽ റഹ്മത്തിനെ തോപ്പിച്ചിട്ടുണ്ട് മച്ചവന്. അവർ ഏറ്റവും ലാസ്റ്റാണ്. സെക്കൻഡ് മുംബൈ സിറ്റി. 3-ാമത് മുഹമ്മദ് ഖാനാണ്. എന്തായാലും നമുക്ക് നോക്കാൻ പറ്റും. അങ്ങനെ ISL തിരിച്ചു വന്നിരിക്കുകയാണ് മച്ചവന്. ISL ഇപ്പോൾ ഇത് നമ്മ ഇവിടെ പോയി കളിച്ചതിൻ്റെയാണ് മച്ചവന്. എന്തായാലും നമ്മൾക്ക് ഇനി ഒരു മത്സരം ബാക്കിയുണ്ട്. ബാക്കി എല്ലാ ടീമും 8 മത്സരം കളിച്ചു. മുംബൈയും മുഹമ്മദ് ഖാനായിരിക്കും കളി വരുന്നത് തോന്നുന്നു. അവർ 2 പേര് ഏഷ്യൻ കപ്പിലുള്ളൂ ഇപ്പോൾ തന്നെ മച്ചവന്. അത് തന്നെയാണ് മച്ചവനെ. എന്തായാലും മുംബൈനെതിരാണ് നമ്മളെ മാച്ച് വരുന്നത് തന്നെ. ഇപ്പോൾ 8-ാമത്തെ മാച്ച്. നമ്മൾ നോക്കാൻ മച്ചവനെ ജയിക്കാൻ കഴിയുമെന്ന്. മുംബൈ 2-ാം സ്ഥാനക്കാരാണോ എന്ന് ഡൗട്ടുണ്ട് മച്ചവന്. എന്തായാലും തോന്നുന്നു 2-ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണോ തോന്നുന്നു മച്ചവന്. നമുക്ക് ഇവിടെ കുറച്ച് ചേഞ്ച് വരുത്താനുണ്ട് മച്ചവന്. അതെല്ലാം വെയിറ്റ് കഴിഞ്ഞ് കാണാൻ മച്ചവനെ. ഇപ്പം മച്ചമ്മരെ മുംബൈ സിറ്റിനെതിരുള്ള മാച്ചിലേക്ക് കടക്കുകയാണ് മച്ചമ്മരെ.
മുംബൈ സിറ്റി അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമാണ്. അവർക്കാണ് ഫസ്റ്റ് ചാൻസ്. രാഹുൽ ബാക്കേറ്റു ആയിഷായി അത് ക്ലിയർ ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. ചിക്കൻ മുഹമ്മദ് ഖാൻ ഡിഫൻഡർ. 14-ാം മിനിറ്റിൽ വീണ്ടും അവർക്കൊരു ചാൻസ്. വിപിൻ സിംഗ് നല്ല ഡിഫൻഡിങ്. അനിരുദ്ധ അത് ക്ലിയർ ചെയ്ത് കളഞ്ഞു. 15-ാം മിനിറ്റിൽ ചിക്കൻ മുഹമ്മദ് ഖാൻ ഒരു ചാൻസ്. ആഷിഖുരനിയൻ അർമാഡോ സാദിഖിന്റെ ഗോളാണ് വെച്ചാൽ അർമാഡോ സാദിഖാണ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 18 മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചാൽ 18-ാം മിനിറ്റിൽ ഇവിടെ നല്ലൊരു ചാൻസ്. നല്ലൊരു ഡിഫൻഡിങ്ങിലൂടെ അതും ക്ലിയർ ചെയ്ത് കളയുന്ന ചിക്കൻ മുഹമ്മദ് ഖാൻ. 27-ാം മിനിറ്റിൽ സ്റ്റിൽ മുംബൈ സിറ്റിക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. എന്നാൽ പാസ് ആൻഡ് പ്ലേ. വിപിൻ സിംഗിന് നല്ല പാസ്. അത് പോസ്റ്റിനെ ചേർക്കുന്നു. എന്തായാലും അത് മിസ്സാക്കിയിട്ടുണ്ട് മുംബൈ സിറ്റി. വീണ്ടും മുംബൈ സിറ്റിക്ക് ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ് വെച്ചാൽ മതി. അതും നല്ല ക്ലിയറിങ് ആഷിഖുരനെയാണെന്ന് തോന്നുന്നു വെച്ചാൽ മതി. 40-ാം മിനിറ്റിൽ വീണ്ടും മുംബൈ സിറ്റി അഗൈൻ ചാൻസ്. നല്ല ഷോട്ട്. അൻവർ അലിയുടെ കൃത്യമായ ബ്ലോക്ക്. രണ്ടാമത് റീബൗണ്ട് കിട്ടിയ ഡയസിന്റെ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു. ഇവിടെ അനിരുദ്ധ ഒരു ചാൻസ് കിട്ടിയിരിക്കുകയാണ്. ചിക്കൻ മുഹമ്മദ് ഖാൻ്റെ പ്ലെയർ അനിരുദ്ധ ഒരു ക്രോസ് ഇടാനുള്ള ശ്രമം. ക്രോസ് ഇട്ട് പക്ഷെ ബ്ലോക്ക് ആയിപ്പോയി. എന്തായാലും ഫസ്റ്റ് ഹാഫ് തീർന്നതിന് മുമ്പേ ചിക്കൻ മുഹമ്മദ് ഖാൻ ഒരു ഗോളിന് നേരിട്ട് നിൽക്കുകയാണ്. ഗോഡ്, ആര് ജയിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം മച്ചാമാരെ. അപ്പോൾ ഇവിടെ കുറച്ച് സബ്ബൊക്കെ വരുത്താനുണ്ട് മച്ചാമാരെ. അപ്പം നമുക്ക് നോക്കാം മച്ചാമാരെ. സബ്ബൊക്കെ നല്ല രീതിക്ക് നടന്നാൽ സെക്കൻഡ് ഹാഫിൽ മുംബൈ സിറ്റി നല്ല ശത്രുവായി വന്ന് തിരിച്ചടിക്കാനുള്ള ചാൻസ് ഉണ്ട് മച്ചവനെ. ഇതൊക്കെ മാറ്റാനുണ്ട് മച്ചവനെ. അപ്പോൾ കുറച്ച് ചേഞ്ചുകളൊക്കെ വരുത്തട്ടെ മച്ചവനെ. അങ്ങനെ മച്ചാമനെ എല്ലാം സെറ്റായി തോന്നുന്നു. എന്തായാലും നമുക്ക് കളി തുടങ്ങാം മച്ചാമനെ. 63-ാം മിനിറ്റിൽ സെക്കൻഡ് ഹാഫിന്റെ ഫസ്റ്റ് ചാൻസ് ചിക്കൻ മുഹമ്മദ് ഖാൻ. ലിസ്റ്റൻ കൊളോസോ അർമാൻ സാദിഖിലേക്ക് പാസ് ഇട്ടു. അർമാൻ സാദിഖ് ഷോട്ട് എടുക്കുമ്പോൾ ഷോട്ട് എടുത്ത് ഗോളായിരിക്കുകയാണ് മച്ചാമനെ. എന്തായാലും 2-0 ആയിട്ടുണ്ട്. 70-ാം മിനിറ്റിലെത്തിയപ്പോൾ 2-0. 80-ാം മിനിറ്റ് ആയപ്പോൾ 2-0. പക്ഷെ ഇവിടെ 80-ാം മിനിറ്റിൽ ഒരു ചാൻസ്. മുംബൈ സിറ്റിക്ക് ഒരു ഗോൾ തിരിച്ചടിക്കാനുള്ള അവസരം. അതാരാ അടിച്ചെന്ന് കണ്ടില്ല വെച്ചാൽ മതി, സോറി. എന്തായാലും അവരൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. വീണ്ടും അവർക്ക് ചാൻസ്. നല്ലൊരു ഫ്രീ കിക്കാണ്. പക്ഷെ ഗോൾ കീപ്പർ സിമ്പിളായി സേവ് ചെയ്യുന്നു. 93-ാം മിനിറ്റിൽ നമുക്ക് 2 ലീഡ് ഉയർത്താനുള്ള അവസാന ചാൻസ്. അർമാൻ സാദിഖ് ടു ദിമിത്രിയോ പെട്രോസ് ISL-ലേക്ക് തിരിച്ചു വന്നറിയിച്ചിരിക്കുകയാണ് മച്ചമല ഗോളിലൂടെ. ഒരു റെഡ് കാർഡ് കണ്ട് 3 മത്സരം സസ്പെൻഷൻ ചെയ്തതാണ്. എന്തായാലും ആ കളി ജയിച്ചിട്ട് മച്ചമല. അപ്പം ഈ വീഡിയോ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് മച്ചമല. അപ്പം മച്ചമ്മയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് അറിയിക്കുക മച്ചമ്മ. നിങ്ങളുടെ അഭിപ്രായം പോലെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം മച്ചമ്മനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക മച്ചമ്മനെ. അപ്പം അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ നമ്മളെ ക്ലബ് കരിയർ മോഡ് ഉണ്ടാകാൻ സാധ്യതയില്ല. ചിലപ്പോൾ മാനേജർ കരിയർ മോഡ് ആയിരിക്കും മച്ചമ്മനെ. അപ്പം നമ്മൾ നോക്കാം മച്ചമ്മനെ. കഴിയുന്ന പോലെയൊക്കെ ക്ലബ് കരിയർ മോഡ് ഇടാൻ ശ്രമിക്കാൻ മച്ചമ്മ. മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം എല്ലാവർക്കും നന്ദി മച്ചമ്മ. താങ്ക് യു ഫോർ വാച്ചിങ്.